2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കാഴ്ചപരിമിതിയെ അതിജീവിച്ച് പാർവതിക്ക് SSLC പരീക്ഷയിൽ ഫുൾ A+. വിധിയോട് ഏറ്റുമുട്ടി പാർവതി നേടിയത് മിന്നും വിജയം. കാഴ്ചപരിമിതിയെ മറികടന്നാണ് തോപ്പുംപടി പ്യാരി ജംഗ്ഷനിൽ തൈവീട്ടിൽ രാജേഷ് സിജി ദമ്പതികളുടെ മകൾ പാർവതി TR SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയത്. തോപ്പുംപടി അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ പാർവതിയുടെ പരീക്ഷാ സഹായിയായി പ്രവർത്തിച്ചത് അൽഫോൻസ ഡാനിയാണ്. ജന്മന കാഴ്ച വൈകല്യമുള്ള പാർവതി പഠിക്കാൻ മുടിക്കുകയാണ്. LKG മുതൽ അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു പോന്ന പാർവതി അതുകൊണ്ട് തന്നെ അധ്യാപകർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ പാർവതി പ്രതീക്ഷിച്ചിരുന്നില്ല. കെമിസ്ട്രിയും സോഷ്യൽ സയൻസും അല്പം കട്ടിയായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+. നല്ലോണം സപ്പോർട്ട് ചെയ്യായിരുന്നു. എല്ലാവരും എന്തായിരുന്നു, എനിക്കിപ്പോ വായിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. അവരെ അതിനൊക്കെയുള്ള പെർമിഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നോട്ട്സ് ഒക്കെ എഴുതുമ്പോ അമ്മയാണ് എഴുതുന്നത് നോട്ട്സ് ഒക്കെ. അപ്പൊ അതൊക്കെ കുറച്ച് താമസമായിരുന്നു എഴുതാനൊക്കെ. അതിനും അവരെനിക്ക് നോട്ട്സിനൊക്കെ ഉള്ളതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്റെ മിസ് നോട്ട്സ് എഴുതണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. എന്റെ മിസ് എന്നെ നല്ല സപ്പോർട്ടായിരുന്നു. അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ഫുൾ A+ കിട്ടുമെന്ന്. എന്നേക്കാളും വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്റെ ഫ്രണ്ട് റാനിയറയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. പിന്നെ എനിക്ക് എഴുതി തന്ന അൽഫോൺസ, പിന്നെ അമ്മ, അങ്ങനെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നത്. പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ്, പിന്നെ ഞാൻ സൈലത്തിന്റെ യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ടാണ് പഠിച്ചത്. അവർക്ക് എല്ലാവർക്കും താങ്ക് യു. പാഠപുസ്തകം അമ്മ വായിച്ച് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കേട്ടാണ് പാർവതി പഠിച്ചിരുന്നത്. അമ്മയ്ക്ക് പുറമെ അധ്യാപകരുടെ സഹായം കൂടിയായതോടെ പാർവതിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ SSLC എന്ന പ്രാഥമിക കടമ്പയിൽ വിധിയെ തോൽപ്പിച്ച് മിന്നും വിജയം നേടി. ട്യൂഷനോ മറ്റോ ഇല്ലാതെയാണ് പാർവതിയുടെ വിജയം. പിതാവ് ഒരു സ്വകാര്യ കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി നോക്കുന്നു. അമ്മ സിജി വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. സഹോദരി ലക്ഷ്മി 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ ചെറുപ്പം മുതൽ വായിച്ചു കൊടുക്കണം. ബുക്കൊക്കെ എല്ലാം വായിച്ചിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കും. അത് കേട്ടിട്ടാണ് അവൾ പഠിച്ചിട്ടിരുന്നത്. പിന്നെ യൂട്യൂബ് ക്ലാസ്സുകൾ കേട്ട് പഠിക്കും. പിന്നെ ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ, പിന്നെ കൂട്ടുകാരികളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവരെന്നെ പരീക്ഷയ്ക്ക് വായിച്ചു കൊടുത്തിരുന്നൊക്കെ റാനി എന്ന് പറഞ്ഞ കൂട്ടുകാരിയാണ്. അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര വിജയം ഉണ്ടായത്. സ്ക്രൈബ് ഒരു കുട്ടിയുണ്ടേ വായിച്ച് കൊടുക്കാനായിട്ട്, അൽഫോൺസ, 9ാം ക്ലാസ്സിൽ ആ കുട്ടി ചോദ്യങ്ങൾ വായിച്ചു കൊടുക്കുമ്പോ ഇവള് ഉത്തരം പറയും. അങ്ങനെ എഴുതും. അങ്ങനെയായിരുന്നു. സ്ക്രൈബിനെ കൊണ്ട് എഴുതിപ്പിച്ചു. ഇവള് എഴുതുമ്പോ വരകൾ കറക്റ്റ് ആവില്ല. ഇങ്ങനെ വളഞ്ഞു പോയി ഇങ്ങനെ കറക്റ്റായിട്ട് വരകളിൽ വരൂല. വളഞ്ഞു SSLC പരീക്ഷ ഇത് കാരണം അങ്ങനെ എഴുതുമ്പോ നീറ്റ്നെസ് ആയിരിക്കണമല്ലോ. അപ്പൊ സ്ക്രൈബിനെ വെച്ചാണ് അതാണ് എഴുതിപ്പിച്ചത്. അവള് പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടി എഴുതി. അങ്ങനെ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അൽഫോൺസ്. അതിനു മുമ്പ് എന്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാരി. അതാണ് 8 പരീക്ഷ സമയത്ത് അത് ഇതും ഇവളും കൂടി ഇരിക്കണത്. എന്നിട്ട് അവള് ക്വസ്റ്റ്യൻ വായിച്ചു കൊടുത്തിട്ട് ഇവള് തന്നെ ആൻസർ എഴുതും. അങ്ങനെയായിരുന്നു. ഈ അതുവരെയുള്ള എല്ലാ പരീക്ഷ ഇതിന് മാത്രം പാട്ടിലും സിജിക്ക് കമ്പമുണ്ടാവും. കണ്ടു കണ്ണു നനഞ്ഞപ്പോൾ കഥകളിപ്പന്തലിലെൻ കജനനഞ്ഞു. കജദേവയാനി കണ്ടു കണ്ണു നനഞ്ഞപ്പോൾ കഥകളിപ്പന്തലിലെൻ കജനനഞ്ഞു. ഉറക്കത്തിൻ തൂക്കുമഞ്ചം അഴിഞ്ഞു വീണു മെല്ലെ കഥകളിപ്പദങ്ങളിൽ തിരയടിച്ചു മനം രാഗമരാളമായി ചിറകടിച്ചു. കജദേവയാനി കണ്ടു കണ്ണു നനഞ്ഞപ്പോൾ കഥകളിപ്പന്തലിലെൻ കജനനഞ്ഞു. അധ്യാപികയാകണമെന്നാണ് ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.